ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ന് ലാഹോറിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് കഴിഞ്ഞു. ഇന്ത്യ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് റഡാറുകളെയും സിസ്റ്റത്തെയുമാണ് ഇന്ന് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഇന്ന് രാവിലെ ആയിരുന്നു ആക്രമണം. പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. അതിൽ ലാഹോറിലെ ആക്രമണം വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം. ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ രാത്രി വിവിധ ഇന്ത്യൻ മേഖലകളിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണ ശ്രമമുണ്ടായി. പക്ഷേ അത് ഇന്ത്യക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നിർണായകമാണ്. അവന്തിപ്പോര, ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, അമൃതസർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ഭട്ടിൻഡ, ചണ്ഡീഗഡ്,നാൽ ഭുജ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് ശ്രമിച്ചെങ്കിലും ഇന്ത്യ അത് പരാജയപ്പെടുത്തി. ഇതിനുള്ള തിരിച്ചടി എന്നുള്ള നിലയിൽ ഇന്ന് രാവിലെ സിന്ധൂർ 2.0 പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങൾ ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിന് കനത്ത പ്രഹരമേറ്റിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ്. റൌഫ് അസറിനെ ഇന്നലെ ഭവൽപൂരിൽ നടത്തിയ ആക്രമണത്തിലാണ് വധിച്ചത്. ഇന്നലെ തന്നെ ഖബറടക്കം നടന്നു. അബ്ദുൾ റൌഫ് അസർ കൊടും ഭീകരനാണ്. ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡറാണ് എന്ന് മാത്രമല്ല കുപ്രസിദ്ധമായ നിരവധി ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിച്ച പാർലമെന്റ് ആക്രമണം തുടങ്ങി ഇങ്ങോട്ട് കുപ്രസിദ്ധമായ നിരവധി ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു.